ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ അതല്ലെങ്കിൽ ഡിസ്പ്ലേയോ ഒന്നുമല്ല നമ്മൾ കാണുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ പേര് ചോദിക്കുന്നത്, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും എന്നോട് ചോദിക്കുന്ന, പേഴ്സണലി അതല്ല യൂട്യൂബ് വഴിയാണെങ്കിലും നമ്മൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയാസ് വഴി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. കുറച്ചും കൂടെ വ്യക്തമായി പറയാമോ എന്ന് ചോദിച്ച് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ജേർണി പറയുവാണെങ്കിൽ ഞാൻ ത്രൂ ഫേസ്ബുക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം പേഴ്സണൽ കാര്യത്തിന് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് വഴിയാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്ക്സും പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഫേസ്ബുക്ക് ത്രൂ എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടി. പിന്നെ യൂട്യൂബ് ചാനൽ കൊറോണ കാലത്ത് വെറുതെ ഇരുന്നപ്പം ലോക്ക്ഡൗൺ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ട്യൂട്ടോറിയലായിട്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഡിസ്പ്ലേ ആയി, പിന്നെ കുറച്ച് അങ്ങനെ ഞാനും എൻ്റെ അമ്മയും മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു എംബ്രോയ്ഡറി അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിരുന്നു. അതിപ്പോൾ കുറച്ചും കൂടെ സ്പ്രെഡായിട്ട് കുറച്ച് ആൾക്കാർക്ക് നമുക്ക് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓരോ ആൾക്കാർക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും സാരീസ് അല്ലെങ്കിൽ ചുരിദാറുകൾ. അപ്പം അങ്ങനെയാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത്. അതാണ് എൻ്റെ ഒരു ജേർണി. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ബിസിനസ്സിലോട്ട് വന്നൊരു ജേർണി എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ഏജ് ഗ്രൂപ്പ് ആയിക്കോട്ടെ ആൾക്കാർക്ക്, ഇപ്പോൾ ചിലവരൊക്കെ ജോലി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് ലൈഫിൽ എന്തെങ്കിലും ടൈം പാസിന് ചെയ്യണം, അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാകും. അവരായിക്കോട്ടെ, അതല്ല എങ്ങേജുള്ള ആൾക്കാർ, വീട്ടമ്മയായിട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇതൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ വർക്കിൻ്റെയൊക്കെ ഫോട്ടോസ് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇപ്പം ഇൻസ്റ്റഗ്രാം റീൽസായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ റീൽസിനാണ് കുറച്ചും കൂടെ റീച്ച് ഫോട്ടോസിനേക്കാളും. നമ്മളെല്ലാവരും റീൽസാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഒരു കുഞ്ഞു മ്യൂസിക് വെച്ചിട്ട് റീൽസ് ഇടുവാണെങ്കിൽ അത് കുറച്ചും കൂടെ, അതും ഓൺ ഡെയിലി ബേസിസിൽ, ഒരു ദിവസം ഇട്ടു പിന്നെ അടുത്ത ആഴ്ച ഒരു ദിവസം ഇടുക അല്ല, ഡെയിലി ബേസിസിൽ ഇടുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ റീച്ച് കിട്ടും, ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും, എന്നും ഇടുന്നുണ്ട്, വെറൈറ്റി പ്രൊഡക്റ്റാണ് എന്നൊക്കെ ആൾക്കാർ കാണുമ്പോൾ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ട് അവർ നമ്മുടെ അടുത്ത് ത്രൂ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് എൻക്വയറീസ് ചോദിക്കാൻ തുടങ്ങും, എന്താണ് റേറ്റ് അങ്ങനെയൊക്കെയുള്ളത്. പിന്നെ അപ്പം എല്ലാവരും പറയും, ഈ എന്നും ഫോട്ടോ ഇടണമെങ്കിൽ അതിനുള്ള പ്രൊഡക്റ്റ് വേണമല്ലോ. അപ്പം അത് നമ്മുടെ പേഴ്സണൽ യൂസിന് തയ്ച്ചതാകാം, റിലേറ്റീവ്സിന് കൊടുക്കുന്നതാവാം, അങ്ങനെയുള്ളത്. അതല്ല, ഇതൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഫോട്ടോ ഇടാൻ എന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു ബഡ്ജറ്റ് അതിന് വേണ്ടി വെച്ചിട്ട് വലിയ ഹൈ മെറ്റീരിയൽസ് മേടിക്കാണ്ട് ലോ ബഡ്ജറ്റിലുള്ള മെറ്റീരിയൽസ് മേടിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുക. അങ്ങനെ ആദ്യമൊക്കെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് കിട്ടത്തുണ്ടാവില്ല, എന്നാലും നമ്മൾ മുടക്കിയ പൈസ കിട്ടാനുള്ള രീതിയിൽ പ്രൈസ് വയ്ക്കുക. ഒന്നും പ്രോഫിറ്റ്, ഒരു രൂപ പോലും പ്രോഫിറ്റ് ഇല്ലാണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയെടുക്കണം. ആദ്യം നിങ്ങൾ ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ക്യാച്ചിങ് പേരിട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ നല്ല ഐ ക്യാച്ചിങ് പ്രോഡക്റ്റ്സ്, കളർ കോമ്പിനേഷൻസ്, ഫോട്ടോ എടുക്കുന്നതാണെങ്കിലും നല്ല രീതിയിൽ എടുത്ത് ഫോട്ടോ ഇടുക, നല്ല ക്യാപ്ഷൻസ് ആണെങ്കിലും നല്ല ക്യാപ്ഷൻസ് കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് ഇൻസ്റ്റയിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, അതല്ലാണ്ട് വേറെ കുറേ ആപ്പുകളുണ്ട്, അതിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞു നേരെ ഡെയിലി ബേസിസിൽ ചെയ്യണം. അപ്പം കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഒട്ടും തന്നെ ഇല്ലാണ്ട് തന്നെ ആദ്യം നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ നോക്കണം. എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോസ് ഓഫ് പ്രോഫിറ്റിലും നമുക്ക് ചെയ്യേണ്ടി വരും. ആദ്യം കുറച്ച് നാളത്തേക്ക് നമുക്ക് ആ ഒരു ബ്രാൻഡ് നെയിം കിട്ടുന്നവരെ, അത് കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഈ ഒരു പേര് അറിയപ്പെടുന്ന അവിടം വരെ നമുക്കധികം പ്രോഫിറ്റ് ചെയ്ത് പ്രതീക്ഷിക്കരുത്. അത് ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോഫിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് പേര് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പയ്യെ അതിൻ്റെ ഒരു കസ്റ്റമർ ലെവൽ കൂടിക്കഴിയുമ്പോൾ പയ്യെ റേറ്റ് കൂട്ടാം.
അങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് തയ്ച്ചതല്ലേ എന്നോർത്തുകൊണ്ട് നമ്മൾ റേറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ മേടിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ ബ്രാൻഡ് ന്യൂ ആണ്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ജെന്യുവിൻ ആണോ എന്ന് വെച്ചാൽ. ഇതൊന്നും നേരിട്ട് കാണാണ്ടുള്ള പർച്ചേസിങ്ങാണ്. ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആരും പ്രൊഡക്റ്റ് കാണുന്നില്ല. ഈ ഫോട്ടോ ഈ വീഡിയോ നമ്മൾ പറയുന്ന വാചകത്തിൽ വിശ്വസിച്ച് മേടിക്കുന്നതാണ് കസ്റ്റമേഴ്സ്. അപ്പം അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ കിട്ടുമ്പം ഇത് പറഞ്ഞതിനേക്കാൾ ഇരട്ടി ബെറ്ററാണ് എന്ന് അവർക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ എന്തായാലും ഒരു 10 ആൾക്കാരോടെങ്കിലും, ജോലിയുള്ളവരാണെങ്കിൽ ജോലിയിലുള്ള പോകുമ്പം അവരോടൊക്കെ പറയും ഇറ്റ്സ് വർത്ത് ഇറ്റ്, ഈ പൈസയ്ക്ക് നല്ലതാണ്, ഇത്രയേ ഉള്ളൂ പൈസ, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കവിടെ ഒരു പബ്ലിസിറ്റി കിട്ടും. അപ്പം അങ്ങനെ മാർക്കറ്റിംഗ് നമുക്ക് എടുക്കാം, അങ്ങനെ ആൾക്കാരെ കൂട്ടാൻ പറ്റും. അപ്പം അതൊരു വൺ ഓഫ് ദ മെത്തേഡ്. പിന്നെ നമ്മളൊരു സാരിയോ ചുരിദാറോ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അത് ഡിസ്പ്ലേ ചെയ്തു, അത് വിറ്റ് പോയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വിഷമം ഉണ്ടാകും. വിറ്റ് പോയില്ലല്ലോ, അത് 1 മാസമായി 2 മാസമായി എന്നിട്ടും വിറ്റ് പോയില്ല. ഒരു മാക്സിമം 6 മന്ത്സ് എങ്ങാനും ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ വിറ്റ് പോകാനായിട്ട്. എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പം ഇൻസ്റ്റയിലിട്ട ഫോട്ടോ ഒന്നുകൂടെ ഒന്ന് ഇട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. സെയിം ഫോട്ടോ തന്നെ ഡിഫറെൻറ്റ് ടാഗ് ക്യാപ്ഷനിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആ സെയിം പ്രൊഡക്റ്റിന് തന്നെ ഡിഫറെൻറ്റ് രീതിയിലൊരു ഫോട്ടോ എടുത്തിട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അത് ഒന്നുകൂടെ ഒന്ന് ഇട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഈ 6 മന്ത്സ് കഴിഞ്ഞിട്ടും ഈ പ്രൊഡക്റ്റ് വിറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇടാം. അതാ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാ. ഒരു ഇൻവെൻറ്ററി കുറേ നാൾ നമ്മുടെ കയ്യിലിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത് ഡിസ്കൗണ്ട് സെയിലിന് വെക്കുക. അത് കഴിഞ്ഞിട്ടും വിറ്റ് പോയില്ലെങ്കിൽ അതൊരു ഡെഡ് സ്റ്റോക്കായി മാറും. അപ്പോഴാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ ടെൻഷൻ വിറ്റ ഉടനെ തന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ടും അയ്യോ പോയില്ല എന്ത് ചെയ്യും, നഷ്ടമാവും എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാതെ അതിന് വിൽക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഡിസ്കൗണ്ട് സെയിലിന് വളരെ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ തീരെ വില കുറച്ച് കൊടുത്തും നോക്കാം നമുക്ക്. അതെങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ പോവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അതൊരു ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ പറ്റി നമ്മൾ ഇപ്പോൾ ആസ് എ കസ്റ്റമർ നമ്മൾ പോയാലും നമ്മളും ഇതൊക്കെയാണ്, വില കുറഞ്ഞ സാധനം എന്നാൽ ഹൈ ക്വാളിറ്റി ആയിരിക്കണം. എംബ്രോയ്ഡറി ആണെങ്കിലും എന്തും ആയിക്കോട്ടെ, അത് എല്ലാം പെർഫെക്റ്റ് ആൻഡ് നീറ്റ്, എവറിത്തിങ് പെർഫെക്റ്റ് ആയിരിക്കണം. അതാണ് നമ്മളാണെങ്കിലും നോക്കുന്ന കാര്യം. അപ്പം നമ്മൾ ആദ്യമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അത് ആ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അവിടെ നമ്മൾ പിശുക്കത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉള്ള റിട്ടേൺ കിട്ടില്ല. അത്രയും എമൗണ്ട് നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് മേടിച്ചാൽ അത്രയും പൈസ നമുക്ക് പറയാൻ പറ്റില്ല എന്നോർത്തുകൊണ്ട് ക്വാളിറ്റി കുറയ്ക്കരുത്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ചെക്കോട്ടെ അല്ലെങ്കിൽ ഓർഗൻഡി ആയാലും പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. ഹൈ ക്വാളിറ്റി ഉണ്ട്, ലോ ക്വാളിറ്റി ഉണ്ട് ഓർഗൻസ. അപ്പം ഏറ്റവും ഹൈ ക്വാളിറ്റി മേടിക്കാൻ ഞാൻ പറയത്തില്ല, എന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാൽ ഏറ്റവും ലോ ക്വാളിറ്റി മേടിക്കില്ല, മീഡിയം ലെവലിൽ, എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് എല്ലാ മെറ്റീരിയൽ ക്വാളിറ്റീസും മനസ്സിലാവണമെന്നില്ല, ഏതാണ് ഏറ്റവും ഹൈ ഏതാണ് ലോ എന്നുള്ളത്. അപ്പം മീഡിയം ലെവൽ കണ്ടാൽ തിരിച്ചറിയരുത് അത് ലോ ക്വാളിറ്റി മെറ്റീരിയലാണ്. ആ ഒരു രീതിയിലുള്ള മെറ്റീരിയൽ മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് നല്ല ഒരു എംബ്രോയ്ഡറി കളർ കോമ്പിനേഷൻ, എല്ലാം ഡിസൈൻ പാറ്റേൺ, ഒരു യുണീക്ക് ഡിസൈനാണ് ഇപ്പോൾ എല്ലാവരും താല്പര്യം. എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ ആർക്കും ഇപ്പോൾ വലിയ താല്പര്യമില്ലാത്തൊരു കാലഘട്ടം. യുണീക്നെസ്സാണ് ഇപ്പോൾ ഉള്ള എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ ഞാനെടുത്ത സാരി അല്ലെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അതുപോലത്തെ ചുരിദാർ വേറെ ആരും അധികം ഇട്ട് കാണരുത്, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഇടാമുള്ളൂ. ആ ഒരു കളർ കോമ്പിനേഷൻ, ആ ഒരു വർക്കിംഗ് ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റൈൽ എല്ലാവരും നോക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കി ഉൾപ്പെടുത്തി ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്താൽ ഉറപ്പായിട്ടും ആ ഒരു യുണീക്നെസ്സും ക്വാളിറ്റിയും കളർ കോമ്പിനേഷനും, പിന്നെ നമ്മൾ പറയുന്ന ടൈം, ആരെങ്കിലും ഒരു സാധനം തന്നാൽ ആ ടൈമിൽ കൊടുക്കുക, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബിസിനസ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളും അതൊരു ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. പിന്നെ സോഷ്യൽ മീഡിയ മാക്സിമം യൂസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ദിവസം ഇടുകയല്ല, അത് കണ്ടിന്യൂസ്
ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ കാര്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് വർത്താണോ? പൈസ കിട്ടുമോ? അതിന് നമ്മളിടുന്ന എഫോർട്ടിനുള്ള പൈസ കിട്ടും. നല്ലോണം എഫോർട്ട് ഇട്ടാൽ നല്ല പൈസ കിട്ടും. ഇപ്പോൾ എഫോർട്ട് അധികം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ കണ്ടൻറ്റ്, തംബ്നെയിൽ ഇതൊക്കെ എല്ലാവരും നോക്കും. കണ്ടൻറ്റ് വേണം. റിപ്പീറ്റായിട്ട് സെയിം സാധനം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും വന്ന് നോക്കത്തില്ല. എനിക്ക് വ്യൂസ് കുറയും. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, നല്ല യുണീക്കായിട്ടുള്ള കണ്ടൻറ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം അതൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് വ്ളോഗേഴ്സിനാണെങ്കിൽ കിട്ടും. പക്ഷെ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് മാത്രമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാണെങ്കിൽ അതിന് അതുപോലത്തെ കണ്ടൻറ്റ് ഇട്ടാൽ മാത്രമാണ് സക്സസ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എഫോർട്ട് നല്ലോണം വേണം. അപ്പോൾ ഇതൊക്കെയാണ് എങ്ങനെയാണ് പുതിയ സ്റ്റാർട്ടപ്പ്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഏതൊരു ഇതായാലും അതിന് നല്ല ഒരു എഫോർട്ട് ഇടുക, കണ്ടിന്യൂസ് ആയിട്ട് ഇൻപുട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അതിനുള്ളൊരു സക്സസ് ആയിരിക്കും ആ ഒരു ബിസിനസ്സിൽ, ഇന്നല്ലെങ്കിൽ നാളെ. പിന്നെ നമ്മൾ ഇന്ന് കിട്ടിയില്ല എന്നോർത്തുകൊണ്ട് നമ്മൾ ലോ ആവരുത്. നമ്മൾ പിന്നെയും അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നിക്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻടിൽ ദെൻ ബൈ.